നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ സഹായം ചോദിച്ചാൽ, കടം ചോദിച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചാൽ നമ്മളെ അവർ വെറുക്കും. നമ്മളെ കാണുമ്പോൾ അവർ ഒളിക്കും. അത് സ്വാഭാവികമാണ്, മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. എന്നാൽ പടച്ച റബ്ബ് നമ്മൾ സൃഷ്ടിച്ച പരിപാലിക്കുന്ന അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാതിരുന്നാലാണ് അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെടുക, നമ്മളോട് വെറുപ്പ് തോന്നുക. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് ചോദിക്കുന്നു അതിനനുസരിച്ചിട്ട് അള്ളാഹുവിന് നമ്മളോട് സ്നേഹം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് നമ്മളൊക്കെ എന്താണ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്, നമ്മളൊക്കെ എന്താണ് പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീട്ടുന്ന ഈ രണ്ട് കൈകളുണ്ടല്ലോ, അതിലേക്ക് അള്ളാഹു എന്തെങ്കിലും ഒന്ന് തരാതെ അള്ളാഹു ആ കൈകളെ മടക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് അള്ളാഹു നൽകാതെ കൈ മടക്കുന്നതിനെ കുറിച്ച് അള്ളാഹു ലജ്ജിക്കുമെന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടും. നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ അത് അർഹതപ്പെട്ടത് ആ സമയത്ത് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന കാരണം നിങ്ങൾക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും, നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടമാകുന്ന പൈസയിൽ നിന്ന് അള്ളാഹു സേവ് ചെയ്യും. ഇതൊന്നുമില്ലെങ്കിൽ ആ പ്രാർത്ഥനകളൊക്കെ പ്രതിഫലമായി നാളെ നിങ്ങൾ പരലോകത്തിലേക്ക് നിങ്ങൾ സ്വർഗം കൊണ്ടുതരുമെന്നാണ്. നാളെ പരലോകത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കാരമില്ല, സക്കാത്തില്ല, ഒന്നും കൂടുതൽ അമലില്ല, പക്ഷേ അള്ളാഹു നമ്മൾക്ക് വലിയൊരു അമൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് റബ്ബേ ഇതെന്ന്. അപ്പോൾ അള്ളാഹു പറയും, നിൻ്റെ ദുനിയാവിൽ വെച്ച് ഒരുപാട് സ്വീകരിക്കാത്ത പ്രാർത്ഥനകളുണ്ടല്ലോ, അതൊക്കെ നിനക്കിപ്പോൾ പ്രതിഫലമായി ഇവിടെ കിട്ടിയിരിക്കുകയാണെന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു ഇബാദത്തും കൂടിയാണ്. നമ്മൾ ഖുർആൻ ഓതുന്നത് പോലെ, നിസ്കരിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കൈകൾ അതൊരു ഇബാദത്തും കൂടെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന കാര്യമില്ലായിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. അതുകൊണ്ട് മനസ്സാന്നിധ്യത്തോടു കൂടി എനിക്ക് ദുആക്ക് ഉത്തരം കിട്ടും എന്ന് പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടുകയുള്ളൂ. എനിക്ക് ഉത്തരം കിട്ടില്ല, അല്ലെങ്കിൽ ഉത്തരം കിട്ടാൻ ധൃതി കാണിക്കുന്നിടത്തോളം ദുആക്ക് ഉത്തരം കിട്ടില്ല. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. അതുപോലെ നമ്മൾ ഒരുപാട് വർഷമായി പ്രാർത്ഥിക്കുന്നു, മക്കളെ കിട്ടുന്നില്ല, എൻ്റെ ആഗ്രഹം സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് സക്കരിയ നബിയുടെ കഥ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. 90 വർഷം പ്രായമായപ്പോഴാണ് സക്കരിയ നബി പ്രാർത്ഥിച്ച് ആ സമയത്തും പ്രാർത്ഥിക്കുന്ന അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ മക്കളെ തരണം, എൻ്റെ ഭാര്യ ഇനി പ്രസവിക്കില്ല, ഇനി പ്രസവിക്കാനുള്ള ഒരു ആരോഗ്യമൊന്നുമില്ല, എങ്കിലും എനിക്ക് നിന്നോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സക്കരിയ നബിക്ക് 90 വയസ്സിൽ ഒരിക്കലും മക്കളെ കിട്ടാത്ത ആ ഒരു അവസ്ഥയിൽ പോലും ഭാര്യ ഗർഭിണിയായി. അത് പ്രാർത്ഥനയുടെ പവറാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളെ പ്രാർത്ഥന ഒന്നും വേസ്റ്റ് ആവുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും രണ്ട് കൈ ഇങ്ങനെ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. വെറുതെ ആകില്ല ഒരു പ്രാർത്ഥന. നമ്മുടെ നഷ്ടമാകാത്ത ദുനിയാവിലെ ഒരേ ഒരു അധ്വാനം അത് പ്രാർത്ഥനയാണ്. ഒരിക്കലും പ്രാർത്ഥിച്ചവർക്ക് അത് നഷ്ടമാകില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും തഹജ്ജുദിൻ്റെ സമയത്ത്, അതായത് രാത്രിയുടെ തഹജ്ജുദിൻ്റെ സമയം, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് ഇങ്ങനെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ അടിമകളെ എന്നോട് മാപ്പിന് വേണ്ടി ചോദിക്കുന്നവരാരുണ്ടെന്ന് അടുത്ത് വരുന്ന സമയം നമ്മൾ ആ സമയത്ത് എണീച്ച് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മൾക്ക് ഖൈറായത് അള്ളാഹു തന്നിരിക്കും ആ സമയത്ത് ഇൻഷാ അല്ലാഹ്.